Hello guys, welcome back to my channel G Sports Official. സോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് അനാലിസിസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഒഡീഷ FCയുടെ കാര്യങ്ങളിലേക്ക് ഒഡീഷ FCൻ്റെ ടീമിലേക്ക് വരികയാണെങ്കിൽ ഒഡീഷ FC നമുക്കറിയാം അഹമ്മദ് ജാവു അതുപോലെ തന്നെ ലാൽ തത്തങ്ക കൗളിംഗ് എന്നറിയപ്പെടുന്ന പൂറ്റ്യ ഇവർ രണ്ടുപേരും സസ്പെൻഷന്റെ പിടിയിലെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എങ്കിൽ കൂടി നമുക്ക് അവരെ ചെറിയ ടീമായി എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം നമുക്കറിയാം അവരുടെ ഡിയാഗോ മൊറീഷ്യോ, അവിടെ ബ്രസീലിയൻ സ്ട്രൈക്കർ ഡിയാഗോ മൊറീഷ്യോ, അതുപോലെ തന്നെ മൊർത്തോദ ഫോൾ എന്നീ മികച്ച താരങ്ങൾ ഒഡീഷയുടെ നിരയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം മലയാളി താരം കൂടിയായ രാഹുൽ KP ഇപ്രാവശ്യം ഒഡീഷയുടെ നിരയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഈ കളിയിൽ വളരെ അധികം നോക്കിക്കാണേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്കറിയാം ഒരു വളരെ മികച്ചൊരു സന്തോഷ വാർത്ത നമുക്ക് ഈ അടുത്തായി അറിയാൻ സാധിച്ചു. നമുക്കറിയാം പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിനിടെ ഐബൺ ഡോഹ്ലിംഗ് എന്ന നമ്മുടെ ലെഫ്റ്റ് ബാക്കിന് എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻഡറിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. അതേ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് AIFന് അപ്പീൽ കൊടുത്തതിന് ശേഷമാണ് AIFF ആ വീഡിയോ പരിശോധിച്ച് ആ റെഡ് കാർഡ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സോ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഐബൺ ഡോഹ്ലിംഗിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒഡീഷ FCക്കെതിരായ ഈ മത്സരത്തിൽ ഐബൺ ഡോഹ്ലിംഗ് തീർച്ചയായും ആദ്യ 11-ൽ തിരിച്ചെത്തുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ സ്ട്രൈക്കർ ജീസസ് ജിമെനസ് പരിക്കിന്റെ പിടിയിൽ നിന്നും ഈ മത്സരത്തിലേക്ക് മടങ്ങി വരുന്ന മറ്റൊരു സന്തോഷ വാർത്ത കൂടി നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ മത്സരം എന്തുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് കംബാക്ക് നടത്താൻ പറ്റിയ ഒരു സുവർണ അവസരമായാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ വേറൊരു ട്രാൻസ്ഫർ ന്യൂസ് കൂടി ഇതിനോടൊപ്പം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഡീഷ FCയുടെ താരമായിരുന്ന അമീർ റാനവഡെ, ഇപ്പോൾ ഒഡീഷ FCയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അമീർ റാനവഡെ നോക്കുന്നുണ്ട് എന്നൊരു അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിൽ കൂടിയും അമീർ റാനവഡെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫറിൽ കൊണ്ടുവരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് വളരെ മികച്ച ഒരു നീക്കം തന്നെയാണ് അത് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇനി നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് വരാം. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് TJ പുരുഷോത്തമൻ 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും ഒഡീഷ FCക്കെതിരെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെ അണിനിരത്തുന്നത്. 4-2-3-1-ൽ നമുക്കറിയാം ഗോൾ കീപ്പറായി മലയാളി താരം സച്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിരവധി മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ നമുക്ക് എന്തെന്നറിയില്ല, ഒരു കോൺഫിഡൻസ് കുറഞ്ഞ രീതിയിലാണ് സച്ചിൻ സുരേഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ ഒരവസരം കൂടി നൽകുവാൻ TJ പുരുഷോത്തമൻ ഒരുപക്ഷെ തയ്യാറായേക്കും. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും, അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ബാക്കായി നവോജ സിംഗും, രണ്ട് സെന്റർ ബാക്കുകളായി നമുക്കറിയാം മിലോസ് ട്രിൻസിച്ചിന്റെ റെഡ് കാർഡിന്റെ സസ്പെൻഷന്റെ പിടിയിലാണ് മിലോസ് ട്രിൻസിച്ച്. അതുകൊണ്ട് തന്നെ മിലോസ് ട്രിൻസിച്ചിന് പകരം അവിടെ ഫ്രഞ്ച് താരം അലക്സാണ്ടർ ബോയിഫും അതുപോലെ തന്നെ ഹോറിംഗ്ബാമും ആയിരിക്കും ഉണ്ടാവുക. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐബൺ ഡോഹ്ലിംഗ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യ 11-ലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 4-2-3-1-ൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മലയാളി താരം വിപിൻ മോഹനും, അതിനോടൊപ്പം തന്നെ ഫ്രെഡി ലാലൻമാമയായിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഇറങ്ങുക. 4-2-3-1-ൽ 3 മിഡ്ഫീൽഡേഴ്സായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഒരു ഉറുഗ്വൻ മാജിഷ്യൻ എന്നറിയപ്പെടുന്ന അഡ്രിയൻ ലുണയും, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കോറോ സിംഗും, ലെഫ്റ്റ് വിങ്ങിൽ ദ മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നോഹ സദോയുമായിരിക്കും ഇറങ്ങുക. ഏക സ്ട്രൈക്കറായി സ്പാനിഷ് താരം ജീസസ് ജിമിനസ്,
ആദ്യ 11ലേക്ക് മടങ്ങിയെത്തും. സോ ആദ്യ 11ൽ ജീസസ് ജിമെനസ് ആയിരിക്കും ആദ്യ 11ൽ സ്ട്രൈക്കറായി കളിക്കുക. ഇനി എൻ്റെ ഒരു പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഒഡീഷ എഫ് സി നിൽ എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഒഡീഷ എഫ് സി 0. സോ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രഡിക്ഷൻസും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രഡിക്ഷൻസും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.